ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ചങ്ങായിമാരെല്ലായിട്ട് ഞാനും എൻ്റെ ചങ്ങായിമാരെല്ലായിട്ടുള്ളൊരു വ്ളോഗാണ് ഇപ്പോൾ ഇന്നുള്ളത്. മെയിനായിട്ടുള്ളത് എന്താ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ന് മാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ടൂർണമെൻറ്റ്, ഒരു ബെറ്റിംഗ് പോലെ നമ്മളിപ്പോൾ 2 ടീമാക്കിയിട്ട് അതിലാര് ജയിക്കുന്നത് അങ്ങനെയെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന പോലെയായിട്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഇപ്പോൾ എൻ്റെ പുരയിൽ ഞാൻ പോകുന്ന വഴിയാണ്. ഭയങ്കര മോശമായിട്ടുള്ള റോഡ് തന്നെ, ഫുള്ള് വെള്ളം നിന്നിട്ട് അത് ഇതെല്ലാമായിട്ടുള്ളൊരു റോഡാണ് എൻ്റെ പേർക്ക് പോകുന്നുള്ളത്. ഏകദേശം ഇവിടെ ഒരു പ്രൊജക്റ്റ് പോലെ വരുന്നതാണ്. കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടുള്ളതാണ് ഇവിടെ എല്ലാം. പിന്നെ കുറേ എണ്ണം കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം സെയിലായി. കുറച്ചെല്ലാം ഇവിടെ വന്നുകൊണ്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന പോലെ ഈ റോഡെല്ലാം നേരാവും, കോൺക്രീറ്റ് എല്ലാം ആക്കി തരാമെന്നെല്ലാം പറയുന്നുണ്ട്. പഞ്ചായത്തും പാസ്സായി കോൺക്രീറ്റ് ആക്കാന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് നോക്കാം നമുക്ക് എങ്ങനെയല്ല എന്തെല്ലാം ആവുന്നല്ലോ. അങ്ങനെ മഴ വന്നു മോനെ, മഴ തുടങ്ങി വൈകിട്ടോട്ട്. മഴ ഉണ്ടായിന്, ഇന്നലെല്ലാം ഉണ്ടായിന്. ഇന്ന് രാവിലെ കുറച്ചൊരു മഴ കുറവുണ്ടായ പോലെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ വൈകിട്ടോട്ട് സ്റ്റാർട്ടായി. ഇന്നലെ രാത്രി ഏത് മിന്നെ ഇടി ചെറിയ സൗണ്ടിലുണ്ടായിരുന്നു, പക്ഷെ മിന്ന് നല്ല പവറിൽ അടിച്ചുകൊണ്ടുണ്ടായി. ഞാൻ ഏകദേശം ചൗക്കി എത്താനായി. ചൗക്കി മറ്റേ നമ്മളെ കമ്പാർ റോഡിലില്ല, അതിലെ ഓടിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അല്ലാതെ ആൾക്കാരെല്ലാം ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്ന് ബസ്സിനെല്ലാം. പിന്നെ എന്ത് പറയാ, ഒരു വീതിയില്ലാത്തൊരു റോഡാണിത്. 2 വണ്ടി വരുമ്പോഴേക്ക് ഏകദേശം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു അവസ്ഥക്കെത്തും. പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥലം കൊടുക്കാനുള്ള ഒരു ഇതും ഇല്ല, അവർ കൊടുക്കുകയില്ല. ചൗക്കിക്ക് എത്താനായി, ചൗക്കി എത്തി. ഇനി എല്ലാത്തിനും അടുപ്പിച്ചിട്ട് സെറ്റാക്കണം. ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളിലുള്ള എല്ലാം ഇല്ല, എല്ലാം ലാഗ് എന്നില്ലെങ്കിൽ ഓരത്ര ലാഗ് വേറെ ആരും ഉണ്ടാകില്ല. ഭയങ്കര ലാഗ് എല്ലാത്തിനും. ഒരു ഞമ്മന്നെ വിളിച്ചിട്ട് ഇതാക്കിയിട്ട് പൊന്തിച്ച് വേണം കുളിപ്പിച്ചിട്ട് കൊടുത്തെങ്കിൽ ഓർക്ക് അത്ര നല്ലത്. അങ്ങനത്തതാണ് എല്ലാം ഉള്ളത്. അതെല്ലാ ഗാങ്ങിലും അങ്ങനെ ഉണ്ടാന്ന് അറിയാല, ഞങ്ങളെ ഗാങ്ങിലുണ്ട് ഏകദേശം ഒരു 4 ആള് അങ്ങനെ തന്നെ ഉള്ളത്. അതിൽ ഏകദേശം ഞമ്മ റെഡി ആയിട്ട് വരുന്നുള്ളതൊന്ന് ഞാൻ, പിന്നൊന്ന് മുന്ന, പിന്നെ അഷീം, പിന്നെ നമ്മളെ ബ്ലേഡ് ഇർഷാനെല്ലാം കാണിക്കാം. ഈ ബ്ലേഡ്, അഷീം, മുന്ന എല്ലാം ആരെന്നല്ല ഞാൻ പയ്യ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്കല്ലോ. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ ചൗക്കി എത്തിപ്പോ. ഞാൻ ചൗക്കിയിൽ അണ്ടർ പാസേജാണിത്. അങ്ങനെ ചൗക്കിയിൽ നിന്ന് നേരെ ഇനി നമ്മൾ കുമ്പള ഭാഗത്തേക്ക് പോകണം. അവിടെ ചൗക്കി പള്ളിയെല്ലാം പണിയെടുപ്പിക്കുന്നുണ്ട്. പണിയൊന്നും കഴിഞ്ഞില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ ഫണ്ടെല്ലാം കിട്ടും, എല്ലാ പള്ളിക്കാരും മറ്റോറും കാട്ടിട്ട് തിന്നും, പള്ളിൻ്റെ പണി ബാക്കിയാവും. അങ്ങനത്തെ അവസ്ഥ നമ്മളെ നാട്ടിൽ ഏകദേശം ഉള്ളത്. ഏകദേശം നല്ല മഴയും അതും ഇതും. പിന്നെ ഇതിന്റെ സൈഡ് ഫുള്ള് മറ്റേ വാട്ടർഫാൾസ് പോലെയാണ് ഉണ്ടാകുന്നത്. എല്ലാം കണ്ടതാ നോക്കിയാ, എന്ത് പാങ്ങ്. സർവീസ് റോഡിലേക്ക് വെള്ളം ഫുള്ള് വരുന്നുണ്ട്. ഇത് മുകളിൽ നമ്മളെ നാഷണൽ ഹൈവേ ആണ്. സർവീസ് റോഡിലേക്ക് വരുന്ന വെള്ളം എല്ലാം അതാ. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാരെ ഓരോരോ അങ്ങനത്തെ അവസ്ഥയായി പോയി. നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോണം. ഏകദേശം ചൗക്കി എത്തി. ചൗക്കി കഴിഞ്ഞാൽ കല്ലങ്കി എത്തി. ഇതാണ് കല്ലങ്കി ഞാൻ നേരെ വീടിന് സർവീസ് റോഡിന് നമ്മൾ നേരെ ഹൈവേക്ക് കയറണം. ഹൈവേക്ക് കയറുമ്പോൾ ഏകദേശം ഈ ഭാഗത്തിലൂടെ ഹൈവേക്ക് കയറും. പിന്നെ കണ്ടും നോക്കിയിട്ട് ഹൈവേക്ക് കയറണം. കയറിയപാട് സെൻട്രൽ ട്രാക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ചില ആൾക്കാരുണ്ട് കയറിയപാട് സെൻട്രൽ ട്രാക്കിലേക്ക് പോയിട്ട് ഒറ്റ പോകും, ഇല്ലാതെ ആ മറ്റേ ഫാസ്റ്റ് ട്രാക്കിലേക്ക്. നമ്മൾ ഈ ലൈൻ തന്നെ പിടിക്കണം, കയറിയപാട് ഇതേ ലൈനിൽ പോവാം. എന്നിട്ട് വണ്ടി നമുക്ക് കുറച്ച് ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് സെൻട്രൽ ട്രാക്ക് പിടിക്കാം, അല്ലെങ്കിൽ സ്പീഡ് ലൈൻ പിടിക്കാം. ഏകദേശം സ്ലോ പോകുന്നുണ്ടെങ്കിൽ ഇതേ ലൈന് പിടിച്ചിട്ട് പോയെങ്കിൽ നല്ലത്. ആൾക്കാർക്ക് ഈ റോഡെല്ലാം വന്നതിന് ശേഷം ഈ RT ഉണ്ടാക്കി ഒരു ക്ലാസ് എല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഏകദേശം ഇപ്പൊ പുതിയ ജനറേഷൻക്കെല്ലാം അറിയും, പക്ഷെ പഴയ ജനറേഷൻക്കൊന്നും ഈ ലൈനിനെ കുറിച്ചിട്ടൊന്നും കഥ ഒന്നും അറിയാല്ല. ഓർക്കെല്ലാം ഓരോ ഇങ്ങനെ പോവും, ആടിനെ പോലെ പോവും. അതിനെക്കുറിച്ചിട്ടൊരു ക്ലാസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തെങ്കിൽ അറിയാം. പിന്നെ ഫൈനും കാര്യങ്ങളും പറഞ്ഞു, അത് വന്നെങ്കിലും
പാർട്ടിക്കാരും ഉണ്ടാവും, അതിൽ കൊടി പൊടിച്ചിട്ട് അതിന് ഇതാക്കാനുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ആ ഫൈന് വരും. പക്ഷെ അത് അടുക്കാൻ പോകുന്ന സമയത്ത് എന്താക്കും, യോറെല്ലാം ചേർന്നിട്ട് അതിനെ കൊടി കാണിച്ചിട്ടും അതിനെതിരെ പരാതി കൊടുത്തിട്ട് അതെല്ലാം പോയി നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫൈനും കാര്യങ്ങളും പറഞ്ഞു. അന്നെങ്കിൽ ഏകദേശം ആൾക്കാർക്കെല്ലാം ഒരിത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ലോറി പോകുന്നെങ്കിൽ അങ്ങനെ ഇതേ ട്രാക്കിൽ ഓടിക്കണം. ലോറി പോകാനും പിന്നെ ഈ ചെറിയ ചെറിയ വണ്ടിയെല്ലാം സ്പീഡ് കുറച്ചിട്ട് പോകുന്ന വണ്ടികളിൽ ഏകദേശം ഇതേ ട്രാക്ക് ഓടിക്കാം. ലോറി ചില ലോറികളെല്ലാം ഉണ്ടാകും എന്താക്കുന്നത് അപ്പുറത്തെ സ്പീഡ് ട്രാക്കിൽ പോകുന്നത്, അതും മെല്ലെ പോകും. അപ്പോൾ അങ്ങനെ ഓർക്ക് ഈ ലോറീൻ്റെ ഓർക്കും ഏകദേശം കുറച്ചൊക്കെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലോ നല്ലതാണ്. ഞാൻ ഏകദേശം ഒരു ഈടെത്തി, നമ്മളെ പുത്തൂരെത്തി. പിന്നെ ഈ റോഡിന്റെ വലിയ മെയിൻ ഫോൾട്ട് എന്താന്ന് പറഞ്ഞെങ്കിലേ, ഈ നമ്മളെ പാലം ഉണ്ട്, മൊഗ്രാൽ പാലം. അതോടെ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞെങ്കിൽ മുമ്പത്തെ അതേ പാലത്തിലേക്ക് ഇതാക്കി അതിലേക്ക് വീതി കൂട്ടിയിട്ടൊന്നുമില്ല. അവിടെ എത്തുമ്പോൾ സർവീസ് റോഡൊന്നുമില്ല, നമ്മൾ ഹൈവേക്ക് കയറണം. ഇപ്പൊ പറയുന്നത് സർവീസ് റോഡിലെ ബൈക്കും റിക്ഷ എല്ലാം പോകണമെന്ന്. ഇപ്പൊ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്താവും, അവിടെ സർവീസ് റോഡില്ല, ഹൈവേക്ക് കയറി എൻ്റെ ഓപ്ഷൻ തന്നെ. അപ്പോൾ ബൈക്കും റിക്ഷ എല്ലാം എന്താക്കും, ഹൈവേക്ക് കയറും. കുറെ ആക്സിഡന്റ് എല്ലാം പിന്നെ കൂടുന്നല്ലാതെ കുറയല്ല. നല്ല ആക്സിഡന്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഇല്ലാതിരിക്കല് ഈ റോഡിൽ. എന്തായാലും ബൈക്കാർക്കും റിക്ഷക്കാർക്കും വേറെ ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും സർവീസ് റോഡ് ആ ഭാഗത്തേക്ക് ഓരോ പ്രൊവൈഡ് ആക്കിയിട്ടാ. അത് ഓരോ റോഡിന്റെ ഓരോ പ്രശ്നമാണ്. ആള് മറ്റേ നമ്മളെ മുമ്പ് ഉണ്ടായ ഒരു പാലം ഉണ്ടായി, അതിന് തന്നെ ഒരു ചെറുങ്ങൻ തട്ടി മുട്ടിയിട്ട് കുറച്ച് റെഡി ആക്കിയിട്ട് അതേ പാലത്തിന് തന്നെ ഒരു ശരിയാക്കിയിട്ട് വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഇത് പുതിയ പാലമാണ്, മൊഗ്രാലത്തെ പുതിയ പാലം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറ സൈഡാണ് പഴയ പാലം വരുന്നുള്ളത്. ഞാൻ പറഞ്ഞത് അതാണ്, അപ്പുറ സൈഡുള്ളതിലേക്ക് സർവീസ് റോഡില്ല. ഈ പാലത്തിലേക്ക് വന്നില്ല, സർവീസ് റോഡില്ല ഇവിടെ. ഇതിപ്പോ വണ്ടി ആടുന്ന് സർവീസ് റോഡിൽ നിന്ന് നേരെ ഹൈവേക്ക് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ എന്താക്കുന്നു, മനുഷ്യന്മാർ കണ്ടു ഇതാക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് പോയെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും പോകും. ബാംഗ്ലൂർ പോകുന്നുണ്ട് അമ്മ. എന്തിനും ചെയ്യേ എന്തിനല്ലെങ്കിൽ ബൗളിങ് ഇന്ന് ടൂർണമെന്റ് കളിക്കാൻ വേണ്ടിട്ട് പോകുന്നുള്ളത്. അപ്പൊ കുറച്ചാൾ വന്ന് നമ്മളൊരു ടീമുണ്ട്, ഈ ടീം വന്ന് പിന്നെ ബി ടീം അത് വരാൻ ബാക്കിയുള്ള ബി ടീം ഉറങ്ങുന്നുണ്ടാവും. ഓർക്ക് നിന്നെ തുറക്കുന്നുണ്ടാവും. ഇതിനെല്ലാം കുറെ ടൈം ആവും. അപ്പൊ ബാക്കിൽ ഇപ്പൊ വന്നിട്ടുള്ളത് നോക്കി നമ്മളെ മുന്നേ ഉണ്ട് കാര്യം പൊക്കി പറഞ്ഞ പിന്നെ ഇച്ചുബായി ഉണ്ട്. ഇച്ചുബായി വന്നിട്ടുണ്ട്. എന്ത് കട്ടിങ് പൈസ നല്ല പണിയുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല ഉണ്ട്. പക്ഷെ പെണ്ണില്ല. ആരെങ്കിലും വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു പെണ്ണാക്കിട്ട് കൊടുത്തോ. കളി തുടങ്ങി വാശിയേറെ കളിയാന്ന് ഇപ്പൊ നടന്നുകൊണ്ടുണ്ടല്ലോ. ടീം വന്ന് ബി ടീം വന്നതാ, ബി ടീം എല്ലാം വന്ന് അശ്വിന്റെ കഴിഞ്ഞതാ. വാശിയേറെ കളിയാന്ന് ഇപ്പൊ കളിക്കുന്നുള്ളത്. ചേറില്ലേ നമ്മളത്തെ ഇന്നത്തെ വ്ളോഗ് എന്താ നോക്കോ. അതിമാനകരമായ കളിയാണ് നടത്തുന്നത്. നോക്ക് സ്പ്ലിറ്റ് ആയിട്ടിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞു കണ്ടില്ലേ. അടുത്ത ബ്ലേഡ് പോകുന്നുണ്ട്.
അശ്വിമിൻ്റെ നോക്ക് അശ്വിം ഒന്നല്ല ബാക്കിയൊക്കെ എന്ത് ചെല്ലേ പരീക്ഷ പറഞ്ഞു ഇടുന്നതാ പക്ഷേ എന്നേക്കോ ഒന്ന് പോയിട്ടുണ്ട് എന്റെ ആശീം നോക്കിയോ ആശീമിൻ്റെ സ്ട്രൈക്ക് ഇടോ സ്പെയർ ആക്കോ ഞാൻ ബാജാറിലൊരിക്കലും വന്നിട്ടാ തല്ലാന്നുണ്ട് മുന്നേ തോറ്റ് നീ അപ്പുറത്തെ ടീമിലേക്ക് പോയിന് ആ 3 കളിയിൽ ഞങ്ങൾ ജയിച്ചു മുന്നേ എന്നിട്ട് ഈ പാപ്പ ഉപ്പൂന് അപ്പുറത്തെ കിട്ടിട്ട് ഓന്റെ സ്ഥാനത്ത് ഓൻ പോയി എന്നിട്ട് ഓൻ തോറ്റ് തോറ്റ് നീ ചെല്ലിന് നീ ഒരു ഡയലോഗ് അല്ലിന് ഞാനില്ലാത്തത് കാണുന്നില്ലിന് ഓർത്ത് കണ്ടത് ഡേ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ കളിയിൽ ജയിച്ചത് ഞാനും മുന്ന പിന്നെ ഇർഷ മൊബൈൽ ഞങ്ങൾ 4 ആളുടെ ടീമാണ് ജയിച്ചത്. ഞാൻ ഇപ്പോൾ റിട്ടേൺ ഇറക്കിയിട്ട് ഞാൻ നേരെ പരിക്ക് പോയിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, കമൻറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.